السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وآله وصحابه الفائزين برضا الله. أما بعد. ആദരണീയരായ ഉസ്താദന്മാര്, സ്നേഹനിധികളായ സഹോദര സഹോദരിമാർ, പ്രത്യേകിച്ച് KMIC-യുടെ റേഡിയോ ശ്രോതാക്കളായ സുഹൃത്തുക്കള്, അല്ലാഹു തആല നമുക്ക് തന്ന ആഫിയത്തുള്ള ആയുസ് ഓരോ സെക്കൻഡും അല്ലാഹു തആലാക്ക് പൊരുത്തപ്പെട്ട മാർഗത്തിലായി ചിലവഴിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. അല്ലാഹു നമ്മുടെ വിചാരത്തിലും വികാരത്തിലും കേൾവിയിലും കാഴ്ചയിലും സംസാരത്തിലും അനക്കത്തിലും ചലനത്തിലും അടക്കത്തിലും എല്ലാ മേഖലകളിലും അല്ലാഹു തആല ബറക്കത്ത് നൽകുമാറാവട്ടെ. നമുക്ക് കിട്ടുന്ന ഓരോ സെക്കൻഡ് സമയവും മറ്റ് സമയത്തേക്കാൾ ഹൈറായ നിലക്ക് അതിനെ കഴിച്ചു നടത്താനുള്ള തൗഫീഖിന് അല്ലാഹു നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് പ്രോഗ്രാം ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഏതായിരുന്നാലും അല്ലാഹു തആല ഈ ക്ലാസ് റൂമിന്റെ സജീവതയ്ക്ക് വേണ്ടി സമയത്തിനനുസരിച്ച് ഈ ക്ലാസ് റൂമിനോട് സഹകരിക്കുന്ന ശ്രോതാക്കളായും പ്രവർത്തകരായും മറ്റു നിലക്കൊക്കെയും സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു തആല ബറക്കത്ത് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ അഹ്സൻ ഉസ്താദ്, അബൂ നഈം ഉസ്താദ് എല്ലാരും എത്താൻ അല്പസമയം കൂടി ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഉണർത്താം. അല്ലാഹു തആല ഉണർത്തുന്നത് ഉപകാരം ചെയ്യുമാറാവട്ടെ. മറവിയെ തൊട്ട് അല്ലാഹു തആല നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. കാരണം നമ്മൾ പല കാര്യങ്ങളും കേൾക്കുന്നു, പക്ഷെ അതങ്ങനെ അത് മറക്കും. പിന്നീട് പല അബദ്ധങ്ങളും സംഭവിക്കും. ഞാനിപ്പോൾ ഈ ഒരു രസം പറഞ്ഞുതരാം. മറവിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു നോക്കും, മനുഷ്യന്റെ മറവിയുടെ ഊക്ക് ചില്ലറയൊന്നുമല്ല. ഇന്നലെ രാത്രി ഒരാൾ വിളിക്കാൻ, നല്ല രസമുള്ളൊരു വിഷയം, മസലക്ക് പിന്നെ അപ്പൊ നമുക്ക് അറിയല്ലോ. ഇങ്ങനെയൊക്കെ ഒരാളേക്കൊന്ന് സംഭവിച്ചാൽ അതിന്റെ ഒക്കെ എന്തായിരിക്കും അതിന്റെ അവസ്ഥ, അല്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഒരു ഇസ്ലാമിക വിധി, അതെന്താണെന്നറിയോ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ആളെ പേരൊന്നും പറയില്ല, എന്നാലും ചിന്തിക്കാൻ വേണ്ടി, കാരണം ഇതൊരു ഉപകാരമുണ്ട്. മുമ്പൊരിക്കൽ ഒരു മറവിയുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന ഈ വ്യക്തിക്കും അത് ഓർമ്മ വരുന്നത്, എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. അതെന്താന്നല്ലോ, ഒരാള് ജിദ്ദയിൽ നിന്ന് ഹജ്ജിന് വരികയാണ്. ജിദ്ദയിൽ നിന്ന് ഹജ്ജിന് വരുമ്പോ പിന്നെ പലവരും ഇഹ്റാം ചെയ്തിട്ട് നേരെ അറഫയിലേക്കാണ് വരിക, അല്ലെ? ഹജ്ജിന് ജിദ്ദ, സൗദിയിൽ നിന്നൊക്കെയും ഹജ്ജിന് പോകുന്നവർക്കറിയാം. കാരണം ദുൽഹജ്ജ് 8-ന്റെ അന്ന് രാത്രി അവർ ഇഹ്റാം ചെയ്ത് നേരെ അങ്ങോട്ട് അറഫയിലേക്ക് പോവല. ഒരു 4-5 ദിവസം അത് കഴിഞ്ഞാൽ പോലും നേരെ ജിദ്ദയിലേക്കോ അല്ലെങ്കിൽ അവരുടെ ജോലി സ്ഥലങ്ങളിലേക്കോ പോകും. അങ്ങനെ ഒരാള് ജിദ്ദയിൽ നിന്ന് ഹജ്ജിന് പോയി, അറഫയിൽ പോയി, ബാക്കിയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. അതായത് ഇഫാലത്തിന്റെ തവാഫ്, നമുക്കൊക്കെ അറിയല്ലോ, ഹജ്ജിന്റെ പ്രധാനപ്പെട്ട അമലുകളിൽ പെട്ടതാണ് ഇഫാലത്തിന്റെ തവാഫ്. അതാണോ, ഇഫാലത്തിന്റെ തവാഫാണോ ഏറ്റവും അഫ്ളലായത്, അറഫയിൽ നിൽക്കലാണോ ഏറ്റവും അഫ്ളലായത് എന്നതിൽ ഇമാമിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായിരുന്നാലും ഏറ്റവും മഷ്ഹൂറായതൊക്കെയും അറഫയിൽ നിൽക്കുക എന്നുള്ളതാണ്. അൽ ഹജ്ജു അൽ അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയിൽ നിൽക്കലാണ്. എല്ലാ ഇഫാലത്തിന്റെ തവാഫാദി എന്ന അഭിപ്രായമുണ്ട്. ഇപ്പൊ നമ്മുടെ നിസ്കാരത്തില് സുജൂദാണോ ഏറ്റവും മഹത്വമുള്ളത്, അതല്ല ഖിയാം നൃത്തമാണോ ഏറ്റവും അഫ്ളലായത്,
ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് സുജൂദാണ് ഏറ്റവും അഫ്ളല്. കാരണം അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന സമയം സുജൂദാണ്. അല്ല ഖിറാഅത്തൊക്കെയും നീട്ടി നൃത്തം അധികരിപ്പിക്കലാണ്, നൃത്തം ദീർഘിപ്പിക്കലാണ് അഫ്ളല് എന്ന് പറഞ്ഞവരുമുണ്ട്. ഏതോ ആവട്ടെ ഈ ബക്കിരി എന്ത് ചെയ്തു? ഇങ്ങനെ അറഫയിൽ നിന്നു, മുസ്ദലിഫയിൽ രാപ്പാർക്കലക്കും കഴിഞ്ഞു, മിനായിലുള്ള ഏറും കഴിഞ്ഞു, മുടി മൊരിക്കലും കഴിഞ്ഞു. നേരെ പിന്നെ മക്കത്തേക്ക് വന്നു. അപ്പൊ അവരെന്ത് ചെയ്തു? 1-2 ദിവസം കൂടി കഴിഞ്ഞിട്ട് എന്താവാം, ഇഫാലത്തിന്റെ തവാഫ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഇഫാലത്തിന്റെ തവാഫ് ആവുമ്പോ മരണം വരെ അതിന് സമയമുണ്ട്. ഇഫാലത്തിന്റെ തവാഫിന്റെ സമയം മരണാണ്. മരിക്കുന്നതിന്റെ മുമ്പ് ചെയ്താൽ മതി. പക്ഷെ ഇഫാലത്തിന്റെ തവാഫ് ചെയ്യാതെ ഹജ്ജിന് 2 ഇഹ്റാമാണ്. 2 ഇഹ്റാമിൽ നിന്നും തഹല്ലുലായി കിട്ടൂല. രണ്ടാമത്തെ തഹല്ലുല് സംഭവിക്കണമെങ്കിൽ ഇഫാലത്തിന്റെ തവാഫും കൂടി ചെയ്യണം. ഇപ്പൊ മസ്തല പറയലൊന്നുമല്ല ഇപ്പൊ ഉദ്ദേശം, മറവിയെ കുറിച്ചാ പറയും. പക്ഷെ ഇദ്ദേഹം അങ്ങനെ ഇഫാലത്തിന്റെ തവാഫ് ചെയ്യുന്നതിന്റെ മുമ്പേ ഒപ്പമുള്ള ആൾക്ക് എന്ത് ചെയ്തു? എന്തോ ഒരു രോഗം സംഭവിച്ചു. ഈ വ്യക്തിയെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇയാള് ഇഫാലത്തിന്റെ തവാഫ് ചെയ്തിട്ടില്ലല്ലോ എന്നതൊക്കെ മറന്ന് നേരെ ഈ രോഗിയോടൊപ്പം ജിദ്ദയിലേക്ക് പോന്നു. ആലോചിച്ചൊക്കെ ഒരു മറവിയുടെ ഊക്കെ ജിദ്ദയിലേക്ക് പോന്നു. അങ്ങനെ ഈ രോഗിയുടെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ ഇഫാലത്തിന്റെ ഒരു ഹജ്ജിന്റെ പ്രവർത്തനം ഞാൻ ഇഫാലത്തിന്റെ തവാഫ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഇയാള് പച്ചന്ന് മറന്നു. അങ്ങനെ ഇദ്ദേഹം കുറച്ചു മാസം കഴിഞ്ഞു നാട്ടിൽ പോയി. എല്ലാം കഴിഞ്ഞു, നാട്ടിൽ പോയി കഴിഞ്ഞു വന്നു. ഇപ്പം ഏകദേശം 3 കൊല്ലേക്ക് 3 കൊല്ലത്തിന്റെ ശേഷമാണ് ഈ പാവപ്പെട്ട മനുഷ്യന് ഓർമ്മ വരുന്നത്, എന്റെ ഹജ്ജിൽ ഞാൻ ഇഫാലത്തിന്റെ തവാഫ് ചെയ്തിട്ടില്ലല്ലോ എന്ന് ആലോചിച്ച് നോക്ക. ഹാഷിന്റെ മനുഷ്യന്മാരൊരു അവസ്ഥ നമുക്ക് തോന്നാവില്ലല്ലേ? എല്ലാരും അതാണ് ഒരു മറവിയുടെ അവസ്ഥ അതാണ്. അതുകൊണ്ടാണ്. പക്ഷെ അവിടേക്ക് ഞാൻ ഇന്നലെ ഒരു ഏകദേശം രാത്രി 9 മണിക്ക് ശേഷമാണ്. അപ്പൊ നമ്മളെ ക്ലാസ് റൂമൊക്കെ ഇടക്കും തിളക്കും കേൾക്കുന്ന ആളാണ്. അപ്പൊ അടുത്ത് നമ്മൾ മറ്റൊരു മറവിയുടെ കൂട്ടം പറഞ്ഞിരുന്നല്ലേ ഓർമ്മന്തങ്ങൾക്ക്? ഒരു ഭാര്യ നാട്ടിൽ നിന്നും ഉംറക്കും വന്നു, ഭർത്താവ് റിയാദിൽ നിന്നും വന്നു. മറുവയുടെ ഭാഗത്ത് വെച്ച് മുടി മുറിക്കൽ നമുക്ക് റൂമിൽ പോയിട്ട് ആക്കാമെന്ന് പറഞ്ഞു. റൂമിലെത്തി നോക്കുമ്പോ മുടി മുറിക്കാത്തതൊക്കെ അവർ മറന്നുപോയി. പിന്നെ നേരം വെളുത്തതിന് ശേഷമാണ് ഓർമ്മ വന്നത്, ഉംറ ചെയ്തിട്ട് തഹല്ലുലായിട്ടില്ലല്ലോ, മുടി മുറിച്ചിട്ടില്ലല്ലോ. ഇത് കേട്ടപ്പോഴാത്തത് ഇയാൾക്ക് ഓർമ്മയെന്ന് ഇങ്ങനൊരു അബദ്ധം എനിക്കും പറ്റിയിട്ടുണ്ടല്ലോ. നിങ്ങള് 3 കൊല്ലം കഴിഞ്ഞ് നാട്ടിൽ പോയി, 5-6 മാസം നാട്ടിൽ താമസിച്ചു, ലീവൊക്കെയും കഴിഞ്ഞു, ജിദ്ദയിൽ തന്നെ തിരിച്ചെത്തി. ഏകദേശം ഈ ഒരു 1-2 ദിവസത്തിന്റെ ഉള്ളിലാണ് ഈ വ്യക്തിക്ക് ഞാൻ ഇഫാലത്തിന്റെ തവാഫ് ചെയ്തിട്ടില്ല എന്ന് ഓർമ്മ വരുന്നത്. നമുക്ക് നിക്കല്ല സന്തോഷായി, നിക്ക് നല്ല സന്തോഷമായി. 30-ാം മറവ് ഇന്നലെ എത്ര നേരാണ്. കാരണം ഒരു വിഷയാണല്ലോ. കാരണം ഇഫാലത്തിന്റെ തവാഫൊക്കെ 3 കൊല്ലം കഴിഞ്ഞിട്ട് എന്തെല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ടാവും. വേദാതെ നോക്കി ഒരുപാട് ഭാഗങ്ങൾ നോക്കി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഏതായാലും ഞാൻ 4 മിസ് കോള് വിടുക, അതൊന്നും കൂടി ഉറപ്പിക്കട്ടെ. കാരണം ഇതൊക്കെ ഒരു അപൂർവ സംഭവമാണ്. ഒരു ഹജ്ജിന്റെ 2ാമത്തെ തഹല്ലുലാവുന്നതിന് മുമ്പ് കാലങ്ങൾ കഴിഞ്ഞിട്ട് 3 കൊല്ലും 3.5 കൊല്ലൊക്കെ ആയിട്ടാണ് പിന്നെ ഹജ്ജിന്റെ. കാരണം ഈ ഇഫാലത്തിന്റെ തവാഫ് ചെയ്യാതെ ഒരിക്കലും ആ വ്യക്തിയുടെ ഹജ്ജ് പൂർത്തിയാവൂല. അപ്പൊ ഏതായാലും ഞാനിങ്ങനെ ചോദ്യം വന്നപ്പോ നിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞാൽ ഞാൻ മൂപ്പതാക്കല്ലോ. അതായത് ഇങ്ങനത്തെ കുറെ അവസരങ്ങളാണല്ലോ നമ്മൾ പല വിഷയങ്ങളും നോക്കും. ആ ഒരു മസ്തലങ്ങട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഇങ്ങനെ തന്നെയാണ്. ഞാനത് പറഞ്ഞു കൊടുത്താൽ പേക്കത്. എന്നാലും എനിക്ക്
എനിക്ക് വിശ്വാസയോഗ്യമായ ഉസ്താദുമാരോടും അതൊന്ന് ചോദിക്കാനുള്ളൊരു കടമയുണ്ട്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മസാലകൾ അതിലൂടെ അങ്ങനെ കിട്ടുകയാണ്. എങ്ങനെ ആ ഒരു വിഷയം വെച്ച് നമ്മൾ കിതാബ് നോക്കുമ്പോൾ, അപ്പൊ നമ്മളെ വിഷയപ്പതല്ല ഞാൻ പറയുന്നത്, ഒരു മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. മറവി ഒരു ഹജ്ജിനൊക്കെ പോയിട്ട് ഇഫാലത്തിന്റെ തവ അങ്ങനത്തെ ഇതൊക്കെ ഇപ്പൊ ഞമ്മക്കിതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നാൽ എന്നെ സംബന്ധിച്ച് നിങ്ങൾക്കിത് കേൾക്കുമ്പോ ഇതൊക്കെ വളരെ അപൂർവം തോന്നില്ലേ? പക്ഷെ എന്നെ സംബന്ധിച്ച് ഒറ്റപ്പെട്ട സംഭവമല്ല. കാരണം എനിക്ക് നല്ല അറിയാം, ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ മറവിയുടെ വിഷയം പറഞ്ഞപ്പോഴാണ് ഈ സുഹൃത്ത് ക്ലാസ് റൂമിലൂടെ മുമ്പ് ഈ ഹജ്ജിനും മുമ്പക്കും പോയി മറവി സംഭവിച്ചവരുടെ ചില വിഷയങ്ങൾ പറഞ്ഞപ്പോഴാണ് അയാൾക്ക് ഓർമ്മ വരുന്നത് എനിക്കിങ്ങനെ ഒരു മറവി പറ്റിയിട്ടുണ്ടല്ലോ സാർ. അപ്പൊ അതുകൊണ്ട് ഈ മറവിയുടെ കാര്യം പറയുമ്പോ നമുക്ക് പലവർക്കും അത് ഉപകരിക്കും. മുമ്പ് ഭാര്യയും ഭർത്താവും മുമ്പൊക്കെ വന്നു, ഭാര്യ വിസിറ്റിംഗ് വിസക്ക് വന്നതായിരുന്നു. ചെറിയ ഒരു 3-4 വയസ്സായ കുഞ്ഞുണ്ട്. ആ കുഞ്ഞു പോലെ ആകുമ്പോൾ മുമ്പൊക്കെ വന്നു. അങ്ങനെ തവാഫ് ചെയ്യാൻ വേണ്ടി മത്താഫിലേക്ക് ഇറങ്ങി. ഈ കുട്ടിക്കൊരു ചെറിയ നെഞ്ചുവേദന ഇളകി. പെട്ടെന്ന് മത്താഫിൽ നിന്ന് തവാഫ് പൂർത്തിയാക്കുന്നതിന്റെ മുമ്പേ മത്താഫിൽ നിന്ന് കയറി ഹറമിന്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അഡ്മിറ്റാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ അഡ്മിറ്റാക്കാൻ അസൗകര്യമാണ്, ഞങ്ങൾ ജിദ്ദയിലേക്ക് പോവുക എന്ന് പറഞ്ഞ് ജിദ്ദയിലേക്ക് വന്നു. കുട്ടിയെ അഡ്മിറ്റാക്കി 1-2 ദിവസം കഴിഞ്ഞ് രോഗമൊക്കെ മാറി. പക്ഷേ ഞങ്ങൾ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് തവാഫ് ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഇത് സംഭവിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ തവാഫ് പൂർത്തിയായിട്ടില്ല എന്നുള്ള വിഷയം ഒക്കെ അവർ മറന്നു. വിസിറ്റിംഗ് വിസക്ക് വന്ന ഭാര്യ 1 മാസം കഴിഞ്ഞ് നാട്ടിൽ പോയി. എല്ലാം കഴിഞ്ഞ് 5-8 മാസം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഈ പാവങ്ങൾക്ക് ഓർമ്മ വരുന്നത്, ഞങ്ങൾ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തിട്ട് അത് പൂർത്തിയാക്കിയിട്ടില്ലല്ലോ. നോക്കിങ്ങള്. അപ്പോ ഇതൊക്കെ നമ്മുടെ വലിയ വലിയ അമലുകളിൽ വരെ നമുക്ക് വരുന്ന അബദ്ധങ്ങൾ, മറവികൾ. ഞാൻ പറയുന്നത് നമ്മൾ ഈ ക്ലാസ് റൂമിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോ അതൊരിക്കലും മറക്കരുത്. ഉസ്താദ് അത് കേട്ടോ, ഇതല്ല ഇതിനേക്കായി ഇപ്പൊ അത്ഭുതമല്ലതപ്പൊ പറഞ്ഞത്. ഉസ്താദ് ഇപ്പൊ എത്തിച്ചുള്ളൂ. സംവാദഗാനം ഗൾഫിലുള്ളവരൊക്കെ ഹജ്ജുമായി ബന്ധപ്പെട്ട മസലയായതുകൊണ്ട് എല്ലാവരും ഒന്ന് അതായത് ഇഫാലത്തിന്റെ തവാഫ് ചെയ്യാതെ ജിദ്ദയിൽ നിന്ന് ഹജ്ജിന് വന്ന ആള് ഇഫാലത്തിന്റെ തവാഫ് ചെയ്യാതെ ജിദ്ദയിലേക്ക് മടങ്ങി പിന്നെ നാട്ടിലേക്കൊക്കെ പോന്നു. ചുരുക്കി പറഞ്ഞ 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ എന്റെ ഹജ്ജില് ഇഫാലത്തിന്റെ തവാഫ് ചെയ്തിട്ടില്ല എന്ന് ഓർമ്മ വരുന്നത്. നമ്മുടെ സ്ഥിരം KMIC ശ്രോതാവല്ലെങ്കിലും ഇടക്കും തലക്കൊക്കെ ശ്രോതാവാണ്. അപ്പൊ ഇത് സംഭവിച്ച വ്യക്തിയല്ല എനിക്ക് വിളിച്ചത്, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്താണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ ഓരോ മറവിയുടെ വിഷയം പറഞ്ഞപ്പോ അത് യാദൃശ്ചികമായ ഈ വ്യക്തി കേൾക്കാൻ കാരണമായി. അപ്പോഴാണ് ഇയാൾക്ക് മറന്നത് ഓർമ്മ വരുന്നത്. അപ്പൊ എന്താണ്, ഒരാളുടെ മറവി മറ്റൊരാൾക്ക് ഗുണാകുന്നുണ്ട്, അത് മറ്റൊരു വിഷയം. നമ്മൾ വേറൊരാള് ഉംറക്ക് പോയപ്പോ അയാൾക്ക് മറവി സംഭവിച്ച ഒരു വിഷയം ചർച്ച ചെയ്തപ്പോ ഇയാൾ കേട്ടപ്പോ അപ്പോഴാണ് ഇയാൾക്ക് ഇങ്ങനെ മറന്നിക്കുന്നതെന്ന് ഓർമ്മ വരുന്നത്. ഏതായിരുന്നാലും അള്ളാഹു തആല ബറക്കത്ത് നൽകട്ടെ. ഇനിയിപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും, എന്താ പറയച്ച് കാട്ടുക. ഹജ്ജിന് പോയിട്ട് ഇഫാലത്തിന്റെ തവാഫ് മറന്ന് നാട്ടിൽ പോയി എല്ലാ ജീവിതവും കഴിഞ്ഞ് തിരിച്ച് ജിദ്ദയിലെത്തിയപ്പോഴാണ് ഇഫാലത്തിന്റെ തവാഫ് ഇങ്ങനെ 4 ആളും മറക്കാനായ ഹസനുസ്താദെ ഞാനഭിപ്രായക്കാണ്. ഇങ്ങനെ 4 ആൾക്കും മറന്നാലേ നമ്മൾ കിതാബ് നോക്കൂ. നമ്മൾ വെറുതെ ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ മറക്കോന്ന് വിചാരിച്ചിട്ട് നമ്മൾ കിതാബ് നോക്കോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ മറ്റു വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഒരാളിങ്ങനെ മറക്കോന്ന് വിചാരിച്ചപ്പോ നമ്മൾ ആരും കിതാബ് നോക്കൂല. ഉസ്താദേ എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിക്കണെന്ന് പറയുമ്പോഴാണല്ലോ നമ്മൾ കുറെ നോക്കും, കുറെ ഉസ്താദുമാരോടൊക്കെ ചോദിക്കും. സ്ഥിരം ഹജ്ജിന് പോകുന്ന അമീറന്മാരായി പോകുന്ന ഉസ്താദുമാരോടും ഞാൻ ചോദിക്കും. കാരണം സ്ഥിരം അമീറന്മാരായി പോകുമ്പോ അവരുടെ ഗ്രൂപ്പിലൊക്കെ പലർക്കും പല അബദ്ധങ്ങളും പറ്റി ആ അമീറന്മാര് കാര്യപ്പെട്ട ഉസ്താദന്മാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയും വെച്ചിട്ടുണ്ടാവും.
ഏതായാലും അള്ളാഹു തആല ബറക്കത്ത് നൽകട്ടെ. ഏതായാലും ഒറ്റ വാക്കിൽ ഞാനിത് പറയാൻ കാരണം എന്താ, കാരണം വലിയ വലിയ അമലുകൾ കാര്യങ്ങൾ വരെ മറക്കുന്നവരാണ് മനുഷ്യർ. അപ്പൊ നമ്മൾ പറയുന്ന ചില ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ അതെപ്പോഴും നമ്മുടെ ഖൽബിൽ ഓർമ്മ വേണം. അപ്പോഴേ നമുക്കത് ഉപകാരം ചെയ്യുകയുള്ളൂ. ഓർമ്മയുണ്ടാവാൻ ഞാനൊരൊറ്റ കാര്യം പറയാം. സൂക്ഷ്മതയുടെ വിഷയമാണല്ലോ. ഇനി വല്ലാതെ ഇത് കേട്ടപ്പോ വല്ലാത്തൊരു അത്ഭുതമായി തോന്നി. ഈ ക്ലാസ് റൂമിൽ ഇതായും കേൾക്കുന്ന ഉസ്താദുമാരുണ്ടെങ്കിൽ ആ ഉസ്താദെ അങ്ങനെ ഒരിക്കൽ ഞങ്ങളും തന്നെ ഇതേമായി ഹജ്ജിന് പോകുമ്പോ ഇങ്ങനെ ഒരാൾക്ക് സംഭവിച്ചു, ഇങ്ങനെ ഒരു മറവി സംഭവിച്ചു. അന്നൊരു കാര്യപ്പെട്ട ഉസ്താദ് ആ ഗ്രൂപ്പിൽ എന്തായിരുന്നു. അപ്പൊ ആ ഉസ്താദ് അതിന്റെ മസല എങ്ങനെയാണ് പറഞ്ഞത് എന്ന് ഏതെങ്കിലൊക്കെ ശ്രോതാക്കള് കേൾക്കുമ്പോ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരികയാണെങ്കിൽ നമുക്കൊരു മസലക്കൊരു തഹ്കീക്കൊരു ഉറപ്പൊക്കെ കിട്ടുമല്ലോ. പക്ഷെ എല്ലാ അമീറന്മാരും ഈ മസല കേട്ടിട്ട് ഞാൻ തഹ്കീക്ക് ആക്കലില്ല. അത് വേറെ കാര്യം. ഞാൻ ആരും കുറ്റപ്പെടുത്തല്ല. ഇന്നൊക്കെ ഒരു പാത അമീറന്മാരുണ്ട്. പൊന്മദ് ഉസ്താദിന്റെ ഭാഷ പറഞ്ഞ അമീറല്ല ഹമീറായിട്ട് പോകുന്നവരുണ്ട്. ഒരിക്കൽ പൊന്മദ് ഉസ്താദിനെ പറയണ്ടായി, ഇന്ന് പല ഗ്രൂപ്പിന്റെ ആൾക്കാര് അമീറന്മാരല്ല ഹമീറന്മാരാണ്. സാധാരണക്കാർക്ക് തിരിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോ ഹമീർ എന്നൊക്കെ പറയുമ്പോ. കാരണം എന്താ, ഒരു 10-25 ആൾക്കാർ അത് ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ ട്രാവൽസേർ ഓനാണ്ട് അമീറാക്കി കൊണ്ടുപോവുക. ഒരു ഫിഖിഹിയായ വിവരങ്ങളും ഉണ്ടായിക്കോന്നില്ല. നമുക്കറിയുന്നല്ലത്ത പറയും, നമുക്കത് അറിയാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ആ ഒരു പല ട്രാവൽസേരും ഇന്ന ഉമ്മന്റെ അമീറായി വിളിച്ചിട്ടുണ്ട്. ഞാൻ ആ പരിപാടിക്കെന്നില്ല കാണിക്കുന്നത്. അത് പല കാരണങ്ങളും എനിക്കതിനുണ്ട്, എന്തോ ആവട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് എന്താ, ഒരു 25 ആളുണ്ടാക്കി കൊടുത്താൽ ഓനൊരു അമീറാക്കിയിട്ടാണ് കൊണ്ടുപോകും. പിന്നെ ഓനിങ്ങനെ ഭയങ്കര ഒരു ജുബ്ബൊക്കെ എത്തിങ്ങാണ്ട് ഒരു ഒല്ലൊക്കെ എത്തിങ്ങാണ്ട് ഒരു ഫോട്ടൊക്കെ കൊടുത്തിങ്ങാണ്ട് ആവുമ്പോ ആൾക്കാരെ വിശ്വസിക്കുക അബ്ബൻ തന്നെ ഇപ്പൊ ഭയങ്കര മൊയ്യേര്. ഞാൻ ആക്ഷേപിക്കല്ല, നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഒരു വിവരമില്ലാത്ത ഒരു ദീനിയായ മസലയുമായി ബന്ധമില്ലാത്ത പാവപ്പെട്ട സഹോദര സഹോദരിമാരാണ് ഈ ഉമ്മക്കൊക്കെ പോകുന്നത്. അവരേക്കെന്നൊക്കെ ഒരു പാത അബദ്ധങ്ങൾ വരും. അപ്പൊ അത് വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ എനിക്ക് മസല പറഞ്ഞു കൊടുക്കാൻ എന്നെ പറ്റൂലട്ടോ. ഞാൻ ലഗേജ് പൊന്തിക്കാനും ഓലെ ബസ് കയറ്റാനും ഓർക്ക് ആവശ്യമായ വെള്ളം എത്തിക്കാനും ഓലെ സംസം വെള്ളം ലഗേജ് അതിനൊക്കെ ഞാൻ കൂടാ. മസല എന്നോട് ചോദിക്കരുതോ. ഇതിപ്പോ കുഴപ്പമെന്താ, അറിയില്ലെങ്കിൽ നമുക്ക് അറിയില്ല എന്നാണ്. എന്താ എത്രയോ സാധാരണക്കാർക്ക് ഞാനൊരൊറ്റ കാര്യം പറയട്ടെ. അതായത് നമ്മളൊരു ഒരു ഉസാറാവാൻ വേണ്ടി പറയാണ്. എന്നാലും ഞാൻ ജംഇന്റെയും കസറിന്റെയും മസാല ഏകദേശം ഒരു കൊല്ലമായിട്ടുണ്ടാവും നമ്മളെ ക്ലാസ് റൂമിൽ പറഞ്ഞു. ഒരുപാട് ആളുകൾ എനിക്ക് വിളിച്ചു, ഉസ്താദ് ഇതൊന്നും ഒരു അമീറന്മാരും പറഞ്ഞു തരുന്നില്ല. അതായത് ഇപ്പം നമ്മൾ മക്കത്തുനിന്ന് മദീനത്തേക്കാണ് പോവുകയാണ്. ചിലപ്പം മദീനയിൽ എത്തിയിട്ടേക്കാലം പിന്നെ ളുഹർ നിസ്കരിക്കുക, അല്ലെങ്കിൽ അസർ നിസ്കരിച്ചിട്ട് മദീനത്തേക്ക് പോവുകയാണെങ്കിൽ മദീനയിൽ എത്തിയിട്ടായിരിക്കും മഗ്‌രിബ് നിസ്കരിക്കുക. അവിടെ എന്ത് വേണം, മഗ്‌രിബ് അങ്ങനെ നമ്മൾ പിന്തിച്ച് ജംആക്കി നിസ്കരിക്കുമ്പോ സമയം കഴിയുന്നതിനു മുമ്പ് പിന്തിച്ച് ജംആക്കി നിസ്കരിക്കുന്നു എന്ന് കരുതണം. കരുതിയിട്ടില്ലെങ്കിൽ ആ നിസ്കാരം കള ആയി. പക്ഷെ ഈ ഉമ്മക്കൊക്കെ പോകുന്ന സാധാരണക്കാർക്ക് എന്ത് ജമ്മും കസറും. എനിക്കറിയാം നല്ലൊരു വിഭാഗം സഹോദരിമാര്, കൂലിപ്പണിക്ക് പോകുന്ന സഹോദരിമാർ, മക്കൾക്ക് അള്ളാഹു കഴിവ് കൊടുത്തപ്പോ ഉമ്മക്ക് വൈക്കോലിനാന്നിട്ട് കൊണ്ടുപോവുക. പക്ഷെ ഉമ്മന്റെ ക്ലാസ് എന്ന് ആകെ ഉണ്ടാവും എന്താണ്, ഒരു ഒറ്റ ക്ലാസ്സാ. അത് 2 മണിക്കൂർ. ചിലപ്പം ചെല്ലാൻ 10 മിനിറ്റ് വൈകീന് വരും. ഓല് മക്കന്റെ കുറച്ച് മദ്ഹ് പറയും. മക്കന്റെ മദ്ഹ് എല്ലാവർക്കും അറിയല്ലോ, അതുകൊണ്ടാണല്ലോ അപ്പൊ എല്ലാവരും ഉമ്മക്ക് പോകുന്നത്. മക്കന്റെയും മദീനന്റെയും മദ്ഹും മഹത്തും ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ ലക്ഷങ്ങൾ ചെലവാക്കി ഇതിന് പോകുന്നത്. എന്നിട്ട് ഓല് കുറച്ച് നീട്ടി വലിച്ചാൻ ദ്വാരിക്കും, അല്ലാതെ ഉമ്മന്റെ മസലൊന്നും പറഞ്ഞു വെക്കുന്നില്ല. എന്നിട്ടത് യാത്ര ചെയ്യുമ്പോ പിന്തിച്ച് ജമ്മാക്കുമ്പോ സമയം കഴിയുന്നതിനു മുമ്പ് പിന്തിച്ച് ഞാൻ നിസ്കരിക്കാൻ കരുതി, ജമ്മാക്കി നിസ്കരിക്കാൻ കരുതി, ഇതൊന്നും പറഞ്ഞു കൊടുക്കൂല. മദീനയെ പോയിട്ടാണ് നിസ്കരിക്കുക. ളുഹർ അവിടെ കളായില്ലേ ഈ നിയ്യത്തില്ലെങ്കിൽ. ഞാൻ ഒരിക്കൽ അന്ന് നമ്മുടെ ക്ലാസ് റൂമിൽ ആ വിഷയം പറഞ്ഞപ്പോ പല സാധാരണക്കാരും വിളിച്ചു, ഉസ്താദ് ഇതൊന്നും പലരും യാത്രയിൽ പറഞ്ഞു തരുന്നില്ലത്തോ. അപ്പൊ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു തആല ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് ഈ വർഷ ഹജ്ജിനൊക്കെ പോവാൻ ഉദ്ദേശിക്കുന്നവര്, അതുപോലെ തന്നെ ഉംറക്കൊക്കെ പോവാൻ ഉദ്ദേശിക്കുന്നവർ, അത് സംബന്ധമായ ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ AP ഉസ്താദിന്റെ അൽ ഹജ്ജ് പോലത്തെ
പുസ്തകങ്ങളൊക്കെ ഒന്ന് ഇറക്കും തലക്കൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ഏതായാലും ഞാനൊരു അനുഭവം പങ്കുവെച്ചു എന്ന് മാത്രം. മറ്റു വിഷയം നിങ്ങൾക്കൊന്നും ഇപ്പൊ ചിന്തിക്കലല്ലേ. ഞാൻ മസ്അലൊന്നും പറഞ്ഞിട്ട് സംഗതി എന്തായിരിക്കും ഇപ്പൊ അതിന്റെ ഒരു മസ്അല. ഇഫാലത്തിന്റെ തവാഫ് മറന്ന് 3 കൊല്ലം ഒരാൾ ചെയ്യാതെ ജിദ്ദയിലേക്ക് മടങ്ങി വന്നാൽ അതിന്റെ ഒരു ഇസ്ലാമിക വിധി എന്തായാലും അത് നമുക്കും നമ്മളെ ജീവിതത്തിലേക്ക് സംഭവിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കല്ലോ. അല്ലാഹു തആല എല്ലാം തഹ്ഖീഖായി അതിന്റെ ശരിയായ വശത്തിലൂടെ മനസ്സിലാക്കി കൊടുക്കാനും അതിന്റെ തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. നോക്കേണ്ടത് നോക്കാനും ചോദിക്കേണ്ടത് ചോദിക്കാനുമുള്ള സൗകര്യങ്ങൾ അല്ലാഹു ചെയ്തു തരുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് മറവി സംഭവിക്കരുത് നമുക്കാർക്കും എന്ന് മാത്രം ഉണർത്തി ഒരൊറ്റ വാക്ക്. സൂക്ഷ്മതയുടെ ഭാഗമാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരൊറ്റ കാര്യങ്ങൾ. നേരം വൈകിയാലും ഇന്നൊരു വെറുപ്പൊന്നും വിചാരിക്കരുത്. നമുക്കൊക്കെ ഉള്ള ഒരു സ്വഭാവമാണെന്തല്ലോ, ഞമ്മളെ ചെരുപ്പ് നനയരുത് എന്ന് വിചാരിച്ച് മറ്റോന്റെ ചെരുപ്പത്ത് ബാത്റൂമിൽ പോകുന്ന ചില ആൾക്കാരുണ്ട് ഇല്ലേ? ഇന്റെ ചെരുപ്പ് നനയരുത് എന്ന് വിചാരിച്ചിട്ട് മറ്റോന്റെ ചെരുപ്പ് തൽക്കാലം തിട്ടുങ്ങാൻ ചെറുക്കാന്നല്ല എല്ലാവർക്കും തരും. അത് നമുക്കുള്ള ഒരു സ്വഭാവം. അത് ഇന്ന് നമ്മൾ മാറ്റണം. അത് മാറ്റലാണ് ഇപ്പൊ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശം. അതിന്റെ ഗൗരവം തിരിയാ ഞാൻ ഒരൊറ്റ സംഭവം പറയാം. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കാന് ഒരു കടലാസ് വൈക്കന്ന് കിട്ടി. ആ കടലാസിൽ കുറച്ച് ഹദീസ് എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ മസ്അലയിക്കോട്ടെ. ഒരു കടലാസ് നമുക്ക് വൈക്കന്ന് കിട്ടി, നമ്മളത് എടുത്തു. നോക്കുമ്പോ എന്താ അതിൽ കുറെ മസ്അലകൾ എഴുതി വെച്ചിക്ക. കുറെ മസ്അലകൾ ഇങ്ങനെ എഴുതി വെച്ചിക്കാണ്. ഒരാള് കിതാബൊക്കെ നോക്കി കുറെ മസ്അലകൾ എഴുതിയ ഒരു കടലാസാണ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ഈ കടലാസ് വൈക്കന്ന് കിട്ടിയ ആള് എന്ത് ചെയ്തു? ഇതിപ്പോ എല്ലാവർക്കും ഉപകരിക്കുന്ന മസ്അലയല്ലോ. അയാൾ എന്താക്കിയോ അത് വേറൊരു കടലാസിക്ക് പകർത്തി എഴുതി, അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി എടുത്തു മതി. ഏറ്റവും ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രായോഗികമായ വശതല്ല. ഈ മസ്അലകൾ എഴുതിയ അല്ലെങ്കിൽ ഈ ഹദീസുകൾ എഴുതിയ ഈ കടലാസിന്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്തു. ഇത് നല്ല ഉപകാരമല്ല കുറെ ഹദീസുകളാ, അല്ലെങ്കിൽ ഉപകാരമല്ല കുറെ മസ്അലകൾ. എന്നിട്ട് അതിനു ശേഷം ഇയാൾ എന്ത് ചെയ്തു? ഈ കടലാസ് ആരതാണെന്ന് അന്വേഷിച്ച് അയാള് ആ ഉടമസ്ഥന് തിരിച്ചു കൊടുത്തു. ഇത് ഹലാലാണോ എന്ന് ചോദിച്ചപ്പോ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അത് ഹലാലല്ലാന്നാണ്. കാരണം ആ കടലാസിൽ ഹദീസുകൾ എഴുതി വെച്ച വ്യക്തിക്ക് അത് സമ്മതമില്ലെങ്കിലോ അത് അയാളെ മുതലാണല്ലോ. സംഗതി ഇൽമാണ്, ഹദീസാണ്, ഒക്കെ ശരിയാണ്. അയാൾക്കത് സമ്മതമില്ലെങ്കിലോ അത് പാടില്ല. ആ വ്യക്തിയോട് സമ്മതം ചോദിക്കണം. നിങ്ങളെ ഒരു കടലാസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതിൽ കുറെ ഹദീസുകൾ കണ്ടു, ആ ഹദീസ് ഞാനൊന്ന് എഴുതിയിരിക്കട്ടെ, അല്ലെങ്കിൽ ആ മസ്അലകൾ ഞാനൊന്ന് എഴുതിയിരിക്കട്ടെ എന്ന് സമ്മതം ചോദിച്ചിട്ടേ പറ്റുള്ളൂ. എന്നിട്ടാ ഞമ്മളെ ചെരുപ്പ് നനിഞ്ഞു വിചാരിച്ച് ആരാന്റെ ചെരുപ്പ് തിങ്ങാണ്ട് പോവുക. ഞാൻ ദുആ വസിയ്യത്ത് പറയാം. കാരണം പലരും ചെയ്യുന്ന ഒരു പണിയാണത്. നമ്മളൊരു ജുമഅക്ക് പോവുക, നമ്മളെ ചെരുപ്പ് കുറെ ദൂരത്ത് കൊണ്ടേക്ക് അയിമ ആരും ചവിട്ടരുത് എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് മറ്റോന്റെ ചെരുപ്പുമ്പോ കൂടെ ചവിട്ടിയിട്ട് ഇങ്ങനെ പോരുക. എന്റെ അബ്ബന്റെ ചെരുപ്പ് കേതരും പോലെ മറ്റോന്റെ ചെരുപ്പും ചവിട്ടിയാ കേതരൂല്ലേ? അത് നമ്മൾ ചെയ്യുന്ന ഒരു പണിയാണ്. പുതിയ ചെരുപ്പേറ്റ് ജുമഅക്ക് എന്നാലേ അത് ദൂരത്ത് കൊണ്ടേക്ക. ഇബ്ബന്റെ കാലുമ്പോ ചളിയാവാ, മറ്റോന്റെ ചെരുപ്പുമ്പോ കൂടെ ചവിട്ടി ഇങ്ങനെ പോരുക. അത് പറ്റൂല. അല്ലാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. നോക്കിങ്ങള്, ഒരു ഇൽമ എഴുതിയ കടലാസ് മറ്റൊരുത്തന്റെ കടലാസ് കിട്ടിയാൽ ആ ഇൽമ പകർത്തി എഴുതണമെങ്കിൽ അയാളെ സമ്മതം വേണമെന്നാണ് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതാണ് സൂക്ഷ്മത. അള്ളാഹു സൂക്ഷ്മത നിലനിർത്തി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. 2 മിനിറ്റ് വൈകിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ അള്ളാഹു പറയാനും കേൾക്കാനും തൗഫീഖ് ചെയ്ത് പരമാവധി ശ്രദ്ധയോടുകൂടെ ജീവിക്കാനുള്ള ആഫിയത്തുള്ള ആയുസ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ദുആ ചെയ്ത് ഹസൻ ഉസ്താദിനെ മൈക്കയിലേക്ക് ക്ഷണിക്കുന്നു.